എംഎസ്സി ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പൽ വീണ്ടും തടഞ്ഞുവെക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. പാൽമറൈ കപ്പലാണ് തടഞ്ഞുവെക്കാൻ നിർദ്ദേശം നൽകിയത്. എംഎസ്സി എൽസാ-3 കപ്പൽ അപകടത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, നേരത്തെയും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കപ്പൽ തടഞ്ഞുവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് സർക്കാരിനോട് വിവരങ്ങൾ അറിയിക്കണം എന്നുള്ള നിർദ്ദേശമൊക്കെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായതാണ്. ഇപ്പോഴെന്താണ് കോടതി ഇതിൽ വ്യക്തമാക്കുന്നത്? ഉത്തരവിന്റെ ഉള്ളടക്കം എന്താണ് വിഷ്ണു? ടി.കെ. ബോട്ടുടമകൾ നൽകിയ ഹർജിയിലാണ് നിലവിൽ എംഎസ്സിയുടെ കപ്പൽ തടഞ്ഞുവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. എംഎസ്സി പാൽമറ എന്ന് പറയുന്ന കപ്പലാണ് തടഞ്ഞുവെക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കടലിൽ പോകുന്ന ആളുകൾക്ക് ഇതിന്റെ അവശിഷ്ടങ്ങളിൽ തട്ടിയുണ്ടാകുന്ന നഷ്ടം അത് വളരെ വലുതാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അവർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. അങ്ങനെയാണ് ഹൈക്കോടതി ഇടപെടൽ. ഇതിനു മുൻപും എംഎസ്സിയുടേതായുള്ള 2 കപ്പലുകൾ തടഞ്ഞുവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അതിൽ ഒരു കപ്പൽ നഷ്ടപരിഹാരം നൽകിയതിന് കെട്ടിവെച്ച ശേഷം അവർ ഇവിടുന്ന് കൊണ്ടുപോയിരുന്നു. എന്നാൽ സർക്കാർ നൽകിയ അഡ്മിറാലിറ്റി സൂട്ട് 9531 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സർക്കാർ നൽകിയ അഡ്മിറാലിറ്റി സ്യൂട്ട് ഇപ്പോഴും ഹൈക്കോടതി നിൽക്കുന്നുണ്ട്. അതിൽ എംഎസ്സി അക്വിറ്റേറ്റ എന്ന് പറയുന്ന കപ്പൽ സീസ് ചെയ്യാൻ നിർദ്ദേശം നൽകി. അതിപ്പോഴും ഇവിടെ കിടക്കുകയാണ്. ഈ എംഎസ്സി കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ കൂടുതൽ കപ്പലുകൾ തടഞ്ഞു വെക്കാനുള്ളൊരു സാധ്യത നിലവിലുണ്ട്. എന്നാൽ അത് കേരളത്തിന് അത്ര ഭൂഷണമല്ലാത്തൊരു കാര്യമാണെന്ന് കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ ഇതിന് ശാശ്വത പരിഹാരം വേണം. അതല്ല എങ്കിൽ വരുന്ന കപ്പലുകളൊക്കെ തടഞ്ഞു വെച്ചാൽ അത് വിഴിഞ്ഞം തുറമുഖത്തിന് അത്ര ഗുണകരമാകില്ല എന്നൊരു നിരീക്ഷണം കഴിഞ്ഞ തവണ ഹൈക്കോടതി നടത്തിയിരുന്നു. ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. എംഎസ്സി ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പൽ വീണ്ടും തടഞ്ഞുവെക്കാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടാവുന്നത്.